നല്ല വറുത്തതിൻ്റെയും മൊരിച്ചതിൻ്റെയും ഒക്കെ നല്ല മണമുള്ളൊരു ബേക്കറിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ തന്നെ മുൻപിൽ തന്നെ ഉള്ളത് സമൂസയാണ്. അതായത് ഇങ്ങനെ മുരിഞ്ഞു കിടക്കുന്ന സമൂസ കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും കഴിക്കാൻ തോന്നുമെന്നുള്ളതാണ്. ഇത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറയുമ്പോൾ ആർക്കും അത് അത്ര പെട്ടെന്ന് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അത്രയും ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു സാധനമാണ് സമൂസ എന്ന് പറയുന്നത്. 11 മണി ചായ ആയാലും വൈകിട്ടുള്ള ചായ ആയാലും ഒക്കെ സമൂസ കഴിക്കും. ഇനിയുള്ളത് ജിലേബിയാണ്. നല്ല മഞ്ഞ ജിലേബി. ഓറഞ്ച് ജിലേബി വേറെ ഉണ്ട്, പക്ഷേ ഇവിടെ മഞ്ഞ ജിലേബിയാണ്. നല്ല മൊരിഞ്ഞു കിടക്കുന്ന മഞ്ഞ ജിലേബി. അതിൻ്റെ ആ ഒരു അല്പം പുളിപ്പോട് കൂടിയ മധുരം, അതൊക്കെ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല. പക്ഷേ ഈ സംഭവം ഇതാണ്, കേന്ദ്ര സർക്കാർ ഇത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറയുമ്പോൾ, കൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിൽ ആരോഗ്യത്തിന് ഹാനികരമെന്നുള്ള ബോർഡ് കൂടി വെക്കണമെന്ന് പറയുമ്പോൾ ആ ബോർഡിൻ്റെ അടുത്ത് നിന്ന് എങ്ങനെ കഴിക്കുമെന്നുള്ളൊരു സംശയമുണ്ടാവും. ഏതായാലും കടയിലെ ചേട്ടന്മാരുണ്ട്, വാങ്ങാൻ വന്ന ആളുകളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ എങ്ങനെയാണ് ജിലേബിക്ക് നല്ല ചിലവുണ്ടോ? ജിലേബി ചിലവുണ്ട്. ഞങ്ങൾക്ക് കാര്യമായിട്ട് ചിപ്സ്, ഹലുവ, ബനാന ചിപ്സ്, ഹലുവ, അതാണ് മെയിനായിട്ട്. സമൂസയൊക്കെ പോകാറുണ്ട്? മുൻപ് തന്നെ സമൂസ ഉണ്ട്. സമൂസ, പപ്സ്, കട്ട്ലറ്റ്, സ്നാക്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് കൂടുതലായിട്ടില്ല. കേന്ദ്ര സർക്കാർ ഇത് ആരോഗ്യത്തിന് ഹാനികരാന്ന് പറയുമ്പോഴേ ഇത് എവിടുന്നാ ഇതൊക്കെ ഉണ്ടാക്കുന്നത്? നിങ്ങൾ എവിടുന്നാ കൊണ്ടുവരുന്നത്? സമൂസ ഒരാൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരുന്നതാണ്, ഞങ്ങൾ ഉണ്ടാക്കുന്നതല്ല. കൂടുതൽ പഞ്ചസാരയും അതുപോലെ എണ്ണയും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് പ്രശ്നമായി പറയുന്നത്. അങ്ങനെയാണ് അല്ലേ ഉണ്ടാക്കുന്നത്? ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റൂലല്ലോ. ജിലേബി എന്ന് പറഞ്ഞാൽ മധുരല്ലേ. നല്ല മധുരം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് ഇഷ്ടം. മധുരം ഇഷ്ടപ്പെടുന്ന ആളുകളാണല്ലോ ജിലേബി, ലഡു, ഹലുവയൊക്കെ വാങ്ങിക്കാൻ വരിക. ഈ സമൂസ ചായക്കടിയൊക്കെ ആയിട്ട് ആളുകൾക്ക് എപ്പോഴും കഴിക്കുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ സ്നാക്സിൻ്റെ അത്ര കൂടുതലായിട്ട് അങ്ങനെ ഇതില്ല. കാര്യമായിട്ട് കായ വറുത്തത്, ഹലുവ, അതൊക്കെയാണ്. അപ്പോൾ ഇവിടെ അതാണ് പറയുന്നത്, ആളുകൾക്ക് ഇഷ്ടമുള്ള സാധനമാണ് ജിലേബിയൊക്കെ എന്ന് പറയുമ്പോൾ. നമുക്കിപ്പോൾ ഒരാളുണ്ട്, ജിലേബി ഇഷ്ടമാണോ? ജിലേബി ഇഷ്ടമാണ്. എല്ലാം സാധനം നല്ല സാധനമാണ് ഇവിടെ ഉള്ളത്. കാലിക്കവനാല. ഈ സമൂസ എങ്ങനെയുണ്ട്? ഇഷ്ടമാണ്? നല്ല ഇഷ്ടം. ഓ, എല്ലാം കഴിക്കും. മധുരമൊന്നും പ്രശ്നമൊന്നുമില്ല. ഈ എണ്ണയിലധികം സമൂസയിലൊക്കെ നല്ല എണ്ണ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. കുറവാണ് സമൂസ, ചില സ്ഥലങ്ങളിൽ ഉണ്ടാവും, ഇവിടെ ഉള്ളത് അങ്ങനെ. ഇപ്പൊ കേന്ദ്ര സർക്കാർ ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ്, ആ ബോർഡ് വെക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ബോർഡ് വെച്ചാൽ അതിന്റെ കീഴൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റുമോ? ഇപ്പം പറയാൻ പറ്റില്ല. എന്നാലും കഴിക്കും. അതാണ്. ഇവിടെ മറ്റൊരു ചേട്ടൻ സാധനം വാങ്ങാൻ വന്നാണോ? അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കാം, ജിലേബി ഇഷ്ടമാണോ? സമൂസ ഇഷ്ടമാണോ? രണ്ടും ഇഷ്ടമാണ്. കേന്ദ്ര സർക്കാർ പറയുന്നത് ഇത് രണ്ടും ആരോഗ്യത്തിന് ഹാനികരമാണ്, ഒരു മുന്നറിയിപ്പ് ബോർഡ് വെക്കണം എന്നൊക്കെയാ. അതൊക്കെ വെച്ചാൽ മുന്നറിയിപ്പ് ബോർഡിന്റെ അടിയിലിരുന്നത് എങ്ങനെ കഴിക്കും? അങ്ങനെ വെക്കാലോ, വേണമെങ്കിൽ വെക്കണം, നിർബന്ധമാണെങ്കിൽ വെക്കണം. അതൊന്ന് വെച്ചിട്ട് ആളുകൾ ഈ ജിലേബി, സമൂസ ഒന്നും കഴിക്കാതിരിക്കില്ല. എന്തായാലും മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം എഴുതി വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ചെലവുള്ള അതിനല്ലേ. ഇഷ്ടമായിട്ട് കഴിക്കാനുള്ളതാണ്. അങ്ങനെ ഒരുപാട് കഴിക്കണ്ട, ആരോഗ്യം നോക്കി കഴിക്കുന്നതാണ് നല്ലത്. ജിലേബി സ്ഥിരമായി കഴിക്കാറുണ്ടോ? ഷുഗറൊക്കെ ഉണ്ടോ? ഷുഗറൊന്നുമില്ല, ഉണ്ടാകുമ്പോൾ നോക്കാം. ഈ ഷുഗർ വരുന്ന വെച്ചിട്ട് കഴിക്കാതിരിക്കുന്ന പൊട്ടത്തരാ. കാരണം ഷുഗർ വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പറ്റാവുന്ന സമയത്ത് കഴിക്കാം. പിന്നെ തീർച്ചയായും നല്ല തിയറിയാ. അതാണ്. ഏതായാലും ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും കഴിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ആരോഗ്യം ശ്രദ്ധിച്ചുകൊണ്ട് കഴിക്കണമെന്ന് മാത്രമുള്ള മുന്നറിയിപ്പുണ്ട്. ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു തീരുമാനം, അല്ലെങ്കിൽ ഈ ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ മാത്രമാണ് ബോർഡ് വെക്കുക എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്നാൽ അത് എത്രമാത്രം മറ്റ് സ്ഥാപനങ്ങളിലേക്ക് എത്തുമെന്ന് നമുക്കറിയില്ല. ഏതായാലും അത് കാത്തിരുന്ന് കാണാമെന്നേ പറയാനുള്ളൂ. കോഴിക്കോടൊക്കെ ഈ സമൂസയ്ക്കും ജിലേബിക്കൊക്കെ നല്ല ഡിമാൻഡാണ് ഇപ്പോൾ എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.